വാട്സ് അപ്പ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് തുറവൂരാണ് കേട്ടോ. തുറവൂരാണ് നമ്മളിപ്പോൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നാണത്. അവനാണിത് ബാക്കിൽ വണ്ടിയിൽ വന്നിട്ടിരിക്കുന്നത്. എൻ്റെ ഹെൽമെറ്റ് വെച്ചിട്ടാണ് വന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ തുറവൂർ എന്തിനാണ് വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ എറണാകുളം പോവുകയാണ്. എറണാകുളത്ത് നമ്മുടെ വൈറ്റിലുള്ള ഡെക്കാത്തലോൺ വരെ പോവുകയാണ്. അപ്പോൾ ഡെക്കാത്തലോണിൽ എന്താണ് പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ അവിടെ ചെന്നിട്ടൊരു സാധനം മേടിക്കാൻ പോവുകയാണ്. അവിടെ എന്ത് സാധനമാണ് മേടിക്കാൻ പോകുന്നതെന്ന് ഞാൻ അവിടെ ചെന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ പുതിയ ക്യാപ്പ് എങ്ങനെയുണ്ട്? എൻ്റെ ആദ്യത്തെ വ്ളോഗ് കണ്ടവർക്കറിയാം. എൻ്റെ ആദ്യത്തെ അർത്തിങ്ക ബീച്ചിൽ പോണ ആ വ്ളോഗ് കണ്ടവർക്കറിയാം. നമ്മുടെ ഒരു സൂപ്പർമാൻ്റെ എംബ്ലോക്ക് ഉള്ളൊരു ക്യാപ്പ് എനിക്കുണ്ടായിരുന്നു. ആ ക്യാപ്പ് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ആ വ്ളോഗ് എടുത്തിട്ട് ഞാൻ അവിടെ തന്നെ ഇട്ടിട്ട് പോന്നു ഗൈസ്. എൻ്റെ നല്ല ഒന്നാമതരം ക്യാപ്പായിരുന്നു. അത് എനിക്കൊരാൾ ഗിഫ്റ്റ് തന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ക്യാപ്പ് എങ്ങനെയുണ്ട്? ഈ ക്യാപ്പ് എനിക്കൊരാൾ ഗിഫ്റ്റ് തന്നാണ്. നല്ല സൂപ്പർ ക്യാപ്പല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഡെക്കാത്തലോണിൽ പോകാൻ കേട്ടോ. അപ്പോൾ ഞാൻ വണ്ടിയെ കയറിയിട്ട് അപ്പോൾ ഞാനിവിടെ ക്യാബ് ഫോൺ എടുത്തിട്ട് വരട്ടെ. അപ്പോൾ നമ്മൾ ഡെക്കാത്തലോണിൽ പോയിട്ട് എന്താണ് മേടിക്കുന്നതെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നിങ്ങൾ അവസാനം ഈ വീഡിയോയുടെ അവസാനം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് മേടിച്ചതെന്ന്. അപ്പോൾ നിങ്ങളുടെ ഗസ് കറക്റ്റാണെങ്കിൽ കിട്ടുമായിരിക്കും. അവൻ പോയി ഫോണും എടുത്തിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ നിന്ന് ഡെക്കാത്തലോണിൽ വിടാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളുമായിട്ട് കാണുക. ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിരിക്കും. ഞാൻ ഡെക്കാത്തലോണിൻ്റെ ആകാൻ നിങ്ങളെ ഫുള്ള് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിനി വണ്ടിയെ കയറട്ടെ. വീഡിയോ ഫുള്ളും കാണാം കേട്ടോ. ടോൾ പിടിക്കുന്ന പൈസയൊക്കെ മരുന്ന് കൊടുത്ത് പോകത്തുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഡെക്കാത്തലോണിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിനി അകത്തോട്ട് ചെന്നിട്ട് ഞാൻ ഇവിടുത്തെ സാധനങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഇങ്ങനെ വെച്ചിട്ടുണ്ടോ? അപ്പോൾ ഇവിടെ സ്കേറ്റിംഗ് ബോർഡാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കയറിയാണ്. ഇവിടെ വളരെ വിപുലമായ ശേഖരമാണ്. നമുക്ക് ഡ്രൈവേഴ്സിന് ഗ്ലാസ്സൊക്കെ വെച്ച് നടക്കുക. നമ്മളിതിനെക്കാട്ട് പൊട്ടാറ്റിറ്റ്യൂഡ്. നമ്മൾ ഇവിടെ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് വലിയ പിടിയില്ല. അതെ സ്കേറ്റിംഗ് ബോർഡ് നോക്കാനാണ് നമ്മൾ ആക്ച്വലി ഇങ്ങോട്ട് വന്നത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലായിരുന്നു എന്തിനാണ് വന്നതെന്ന്. ഞാൻ പിന്നെ പറയാം. ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ കയറി സ്കേറ്റിംഗ് ബോർഡ് സ്കേറ്റിംഗ് ബോർഡ് എന്താണ്? അല്ല, നമുക്ക് ക്രൂസ് ചെയ്യാൻ വേണ്ടി. സ്റ്റാർട്ടിംഗ് ബോർഡാണ്. പിന്നെ കിഡ്സിന്റെ ബോർഡ് നോക്കാം. കിഡ്സ് ആണല്ലേ? ഇതിന് എത്ര രൂപ വരാം? ഇത് ഫ്ലെക്സ് ആവില്ല നമ്മൾ ചവിട്ടുമ്പോൾ. മാക്സിമം 50 kg കപ്പാസിറ്റി വരുന്നു. 50 വരെ ഉള്ളത്. 100 kg മാക്സിമം 100 വരും അല്ലേ? ഇത് എത്രയാണ്? അത് ഫ്രീ സ്റ്റൈൽ അല്ലേ? അത് ഫ്രീ സ്റ്റൈൽ നമുക്ക് റോഡിലൊക്കെ കൂടി അടി ഓടിക്കാൻ പറ്റത്തില്ല. ഫ്രീ സ്റ്റൈൽ കുഴപ്പമില്ല. കൂടുതൽ സ്റ്റണ്ടാണല്ലോ മെയിനായിട്ട്. സ്റ്റണ്ട്സിന് വേണ്ടിയാണ് കൂടുതലും ചെയ്യുന്നത്. അതിൻ്റെ ട്രക്ക് കപ്പാസിറ്റി കൂടുതലായിരിക്കും. കാരണം കുറച്ചും കൂടി. ഇത് എങ്ങനെയുണ്ട്? ഇത് നന്നായി പോകുന്നുണ്ടോ ഇവിടെ? നമുക്ക് ഇവിടെ ഐഡിയയിൽ ക്രൂസർ ബോർഡ്, അതായത് സ്റ്റൺ ബോർഡുള്ള ആൾക്കാർ ക്രൂസർ ബോർഡ് എന്തായാലും വാങ്ങും. കാരണം
ഇപ്പോൾ നമ്മുടെ ഇന്ത്യ ഈ റോഡ് കേരളത്തിലെ റോഡിലൊക്കെ ഓടിക്കാൻ ഇത് പറ്റുമോ? ഇപ്പോൾ കേരളത്തിലെ റോഡ് എന്ന് പറയുമ്പോൾ അറിയാം, കണ്ടീഷൻ വൈസ് നോക്കുമ്പോൾ മോശവും. നല്ലൊരു വികസനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. അതെ അതെ. അല്ലാണ്ട് ഇപ്പം എന്താ പറയുക, ഇപ്പോൾ ഞങ്ങളുടെ റോഡൊക്കെ ഇപ്പോൾ എവിടെ നിങ്ങൾ സ്ഥലം? ഇപ്പോൾ ഞങ്ങൾ ചേർത്തല ഞങ്ങളുടെ ഫോട്ടോസിൽ നിന്നൊക്കെ സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം കുട്ടികൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത് കലൂരാണ്. കലൂർ സ്റ്റേഡിയത്തിലാണ് കൂടുതലും കുട്ടികളൊക്കെ ചെയ്യുന്നത്. കണ്ടിട്ടുണ്ടല്ലോ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് നമുക്ക് എല്ലാം സ്റ്റോപ്പ് ചെയ്തേക്കാം. ഇത് കണ്ട, ഇത് വലിയ ടയറാണ്, വലിയ എന്താണ്. അപ്പോൾ നമുക്ക് സംശയം ചെയ്യാൻ വേണ്ടി ടൈം കൂടുതൽ എനിക്ക് സംശയമാണ്. ഇത് ഓടിക്കാൻ ഇത് എല്ലാം സെയിമാണോ? ഇത് രണ്ട് സെയിമാണോ? അന്നെടുക്കാം. നല്ല ഹെവിയാണല്ലേ? ഇത് പ്ലാസ്റ്റിക്കാണ്. ഇതാണ് നമ്മളെ നിങ്ങൾ പറ, ഇത് മേടിക്കണം. നിങ്ങൾ പറ, അപ്പം ഞാൻ മേടിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ സ്വഭാവം വെച്ചാൽ ഇത് മേടിക്കണമെന്നാണ്. സ്റ്റണ്ടൊക്കെ ചെയ്ത് മേടിക്കണം. നമ്മുടെ റോഡിൽ സ്റ്റണ്ടായിരിക്കും കുറച്ചുകൂടെ പോളാ. എനിക്കൊരു സ്റ്റണ്ട് ചെയ്യാനല്ലേ, എനിക്ക് എന്താണെന്ന് വെച്ചാൽ റോട്ടിൽ കൂടെ ഓടിച്ച് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി. സാധാ റോട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ സ്റ്റണ്ട് ആയിക്കോളൂ. ഇപ്പോൾ ഞാൻ എന്നെ കാണിക്കുന്നു എന്താണ് പറക്കണം. ഇത് കൊള്ളാം കേട്ടോ. എടുക്കുന്നുണ്ട്. നീ എല്ലാം നോക്കിയിട്ട് എടുത്താൽ മതി. ഇത് അൺബോക്സ് ചെയ്തൊന്നും ഇരിക്കില്ലേ? ഞാനിവിടെ മുന്നേക്ക് വീഴും കയറി. അത് മാത്രം എടുക്കണം. നമ്മൾ സർഫിങ് സർഫിങ് ആണോ? ബീച്ചിൽ പോകും സർഫ് ചെയ്യാം. ABS അപ്പോൾ ഇവിടെ ഇരിക്കണ ബോർഡൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇതെന്ന് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് വേവ് ബോർഡാണ്. ഇത് നമുക്ക് ഇതൊക്കെ ഒരു അങ്ങോട്ട് കാട്ടാം. ഇത് വേവ് ബോർഡാണ്. ഇത് ഇങ്ങനെ ഫ്ലെക്സ് ആവും. ഇത് കിഡ്സിൻ്റെ ബോർഡാണ് കേട്ടോ. ഇതിന് റേറ്റ് വരുന്നത് ചെറിയ ബോർഡാണ്. കിഡ്സിനാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. നീ വെക്കണ്ട, നമുക്ക് എടുക്കാം. എടാ ഇത് പൊട്ടിച്ചതല്ലേ? ഇത് കൺഫേം ആക്കിയാ? എടാ പൊട്ടിച്ചല്ല, അവിടെ സാധനം. അപ്പോൾ ഇതിലേത് ബോർഡ് വേണം നമ്മൾ എടുക്കാനായിട്ട്? നീ രാവിലെ നിങ്ങോട്ട് വാ. ഒരു തേങ്ങ അറിയാൻ പാടില്ലെങ്കിൽ എല്ലാം അറിയാവുന്നത് സ്വയം പറയുന്നത് സൗരക്ഷ. അതുപോലും ശരിക്കും ചെയ്യാറില്ല. ഇവനാണ് സ്കേറ്റിംഗ് ബോർഡ് എടുത്തിട്ട് പടവും കുത്താൻ പോകും. ബ്രേക്കില്ല. ട്രയലുണ്ടല്ലോ, പിന്നെ അത് ട്രയലില്ലാതെ നിനക്ക് മാനേജറിൻ്റെ അടുത്ത് സംസാരിക്കാൻ വളരുന്നു. അതെങ്ങനെ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. പിടിച്ച് നിനക്കറിയോ? എൻ്റെ കയ്യിൽ നിന്ന് സാധനം മേടിച്ച് ചെറുക്കൻ പൊളിച്ചിരിക്കുകയാണ്. ഇത് ബ്രേക്ക് എവിടെ? ആ എനിക്കറ ഏതാണ് കൊണ്ടാ കയറ്റിച്ച്. ആക്സിഡന്റ് ഉണ്ടാക്കില്ല ഇവിടെ. നിർത്തും. അപ്പോൾ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു സ്കേറ്റിംഗ് ബോർഡ് എടുക്കാൻ പോകാൻ കേട്ടോ. അപ്പോൾ ഇത് ഏത് സ്കേറ്റിംഗ് ബോർഡാണ് നമ്മൾ മേടിക്കാൻ പോകണമെന്ന് ഞാൻ അടുത്ത വ്ളോഗിൽ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാൻ പറ്റും ഞാൻ ഏത് സ്കേറ്റിംഗ് ബോർഡാണ് മേടിച്ചതെന്ന് പറയാം. അപ്പോൾ ഈ ഇരിക്കുന്നതിൽ ഏതെങ്കിലും ഒരെണ്ണം മേടിക്കാനാണ് പ്ലാൻ. ഇതിപ്പോൾ എനിക്ക് ജെട്ടി കണ്ട് ഞാൻ ഇട്ടിട്ട് കേട്ടോ. നിന്നെനിക്ക് വിശ്വാസില്ല. കമ്പയർ ചെയ്ത് രണ്ടും കൂടെ രണ്ടൊന്നല്ലേ കമ്പയർ ചെയ്തിട്ട്? മറ്റേ കൂട്ടി എടുത്തേ. അതല്ല മറ്റേ വരും. അത് തൂക്കിയിട്ടിരിക്കണ ആ മഞ്ഞ വീല്. തിരിച്ച്
ഇത് ഏതെടുക്കണം ഈ പറ. ഇത് പറയണമായിരിക്കും അല്ലേ? വേണ്ട ഇത് ഇതെടുത്താൽ മതി. കുറച്ചുകൂടെ വെയിറ്റ് ഉണ്ട്, നല്ല പറ്റിയില്ലെന്ന് തോന്നുന്നു. അത് മതി. വെയിറ്റ് ഉള്ളതിനെ വിശ്വസിക്കാം. ഇത് വേണം ടെസ്റ്റ് ചെയ്യാം. ഇത് വേണം ടെസ്റ്റ് ചെയ്യാം. ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അത് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പം ആരും ഇവിടെ ഉണ്ടല്ലോ ട്രയൽ ചെയ്യാനുള്ള സ്ഥലമില്ല, അതാണ് നമുക്ക് പ്രശ്നമായിട്ടുള്ളത്. ഈ കോവിഡ് ആയതുകൊണ്ടാണെന്നാണ് അവർ പറയണത്. അല്ലെങ്കിൽ നമുക്ക് ഓടിച്ച് നോക്കിയിട്ട് ഞങ്ങളിത് മേടിക്കുന്ന വിശ്വാസമില്ലാത്തതുകൊണ്ടാണെന്നറിയില്ല. പറയുമ്പോൾ എല്ലാം പറയണല്ലോ. നമ്മളവരെ ഞെട്ടിക്കൊണ്ട് മേടിക്കാൻ പോയല്ലേ. അതെ, കാശ് എറിയാൻ അവൻ തന്നിട്ട് സ്പോൺസർ ചെയ്യാൻ പോവുകയാണെങ്കിൽ. അതെ, 5 മിനിറ്റ് മുമ്പ് അവൻ എനിക്ക് ഗൂഗിൾ പേ തന്നിരുന്ന പൈസ. അപ്പോൾ ഇവൻ നമുക്കിന്ന് ഇതിലേതെങ്കിലും ഒരു സ്കേറ്റിംഗ് ബോർഡ് സ്പോൺസർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഏത് സ്കേറ്റിംഗ് ബോർഡാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കാം. എല്ലാവർക്കും ഓളും കൂടെ കൊടുത്തേക്കണം, എന്നാലേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. മറക്കല്ല്, നമ്മളിന്ന് സ്കേറ്റിംഗ് ബോർഡാണ് പണി തുടങ്ങാൻ പോകുന്നത്. നമ്മുടെ ചാനലിൽ ആരും കാണാത്ത കിഡിലൻ കണ്ടൻറ്റൊക്കെ വരാൻ പോവുകയാണ് സ്കേറ്റിംഗ് ബോർഡുമായിട്ട്. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ ചാനലിൽ സ്കേറ്റിംഗ് കേരളത്തിൽ ഞാൻ യൂട്യൂബിൽ കുറേ വീഡിയോസ് സെർച്ച് ചെയ്തു വരും. അപ്പോൾ അതിൽ എല്ലാവരും സ്കേറ്റിംഗ് ബോർഡ് മേടിച്ചിട്ടുള്ള അൺബോക്സിങ് വീഡിയോ ഒക്കെ കാണണം. പക്ഷെ ആരും സ്കേറ്റിംഗ് ബോർഡിൽ വ്ലോഗ് ചെയ്തതായിട്ട് ഞാൻ ഇതുവരെ ആരും കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ സ്കേറ്റിംഗ് ബോർഡ് മേടിച്ചിട്ട് സ്കേറ്റിംഗ് ബോർഡിൽ വ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനലിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു കേരളത്തിൽ സ്കേറ്റിംഗ് ബോർഡിലൊരു വിപ്ലവം ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ ഇവനെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാ സ്കേറ്റിംഗ് ബോർഡിനേക്കാളും നല്ല വലിയ ടയറാണ് വരുന്നത്. അപ്പോൾ നമുക്ക് റോഡിൽ കൂടെ ക്രൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പരിപാടി. അപ്പോൾ ഈ സ്കേറ്റിംഗ് ബോർഡ് ടയറൊക്കെ ആദ്യം അനുയോജ്യമായിട്ടുള്ളതാണ്. പിന്നെ ഇതിന് നല്ല സ്ട്രോങ് ആണ്, മറ്റേതിനേക്കാളൊക്കെ ഇച്ചിരി സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ നല്ല വെയിറ്റും ഉണ്ട്. ഇതെടുക്കാനാണ് നമ്മുടെ പ്ലാൻ. ഇതെടുക്കാമെന്ന് ഉറപ്പിച്ചിട്ടില്ല, ഞാൻ വേറെ ഒന്നുകൂടെ നോക്കട്ടെ. അപ്പോൾ ഏതാണ് എടുത്തതെന്ന് നമുക്ക് അടുത്ത വ്ലോഗിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ കേട്ടോ, ഏതാണ് എടുത്തത്. അപ്പോൾ അടുത്ത വ്ലോഗ് കണ്ടാൽ മതി. ഞാൻ സ്കേറ്റിംഗ് ബോർഡ് എക്സ്പെർട്ടാണെന്ന് അവൻ തന്നെ പറയാണ്. അപ്പോൾ അവൻ നമ്മുടെ ബോർഡിൻ്റെ വീലൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവര് എടുക്കാതെന്നാ ഭാഗ്യം. ഡാടാ ഊരല്ലേ. എല്ലാം നോക്കണം. അവർ ബില്ല് ചെയ്തിട്ട് ടെസ്റ്റ് അടിക്കാൻ നമ്മൾ പറയുന്നു. ബില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരികെ വന്നാൽ മതി. ഏത് അതെന്താ ഇതിൻ്റെ ഒരു ഇവിടുത്തെ ചെറിയൊരു അലൈൻമെൻറ്റ് പ്രോബ്ലം. അതെനിക്കും തോന്നിയായിരുന്നു. അടിച്ചിറക്കില്ല ഇത്, പക്ഷേ പിന്നെ വലിയ കുഴപ്പമില്ല. ഇതിനെ എങ്ങനെയെന്ന് അറിയാൻ പാടില്ല. അവർ മുടി വെച്ചേക്കും. അത് പൊട്ടിക്കണ്ട, പൊട്ടിച്ച പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരാമല്ലോ നമുക്ക്. വേറെയൊക്കെയുള്ള എടുത്തേക്കാം. ഇതെടുക്കണം, അതെടുക്കണം, അതെടുക്കണം. നീ അതെടുത്ത് ചെക്ക് ചെയ്ത്. അത് നീ പറഞ്ഞ പോലെ സ്റ്റണ്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. നീ ചെക്ക് ചെയ്യടാ. മഞ്ഞ വലുത്. ആ, അതിൻ്റെ വീലാണ് പോഴ വലുത്. ഇത് ഇതിന്റെ വീല് നീ അതിന്റെ വീലായിട്ട് കമ്പയർ ചെയ്ത് നോക്കൂ. ഇതിന്റെ വീലിനേക്കാളും വലുതല്ലേ അത്. ഇത് എത്ര വീല് അത് എടുക്കാൻ പറഞ്ഞത്. ഊരെടുക്കില്ല, ഇത് കറങ്ങണോ, തിരിയുണ്ടോ? തിരിയൊന്നുമില്ല. ഏതെടുക്കണം? ഇതിനാകുമ്പോൾ കുറച്ചുകൂടെ നിൽക്കാനുള്ള ഇതൊക്കെ കൂടുതലാണ്, കുറച്ചുകൂടെ വലുതാണ്. അപ്പോൾ നമ്മളിതിൽ ഏതെങ്കിലും ഒന്ന് എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി നമ്മൾ ബില്ല് ചെയ്യാൻ പോവുകയാണ്. ഇതിൽ ഏതാണ് എടുത്തതെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇനി പറയാനില്ല. ഏതാണ് എടുത്തതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇതിൽ ഒരെണ്ണം എടുക്കുകയാണ്. ടെൻ്റൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ടെൻറ്റ് ക്യാമ്പിംഗ് ഒക്കെ പ്ലാനൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ വന്നൊരു ടെൻറ്റ് മേടിക്കാം. ഇപ്പോഴല്ല കേട്ടോ, വർഷങ്ങളുടെ കഴിയട്ടെ. അത് ഇവിടെ വരുന്നത്
ക്യാപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എടാ ക്യാപ്പ് ഇട്. ഇതെല്ലാം സ്പോർട്സ് ക്യാപ്പാണോ? എല്ലാം അതാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്കേറ്റിംഗ് ബോർഡ് എടുത്ത് ഡെക്കാത്തോളിൻ്റെ പുറത്തിറങ്ങിയിരിക്കുകയാണ് കേട്ടോ. നല്ല സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നമ്മുടെ ഡെക്കാത്തോളിന്. ട്രയലില്ല എന്നുള്ളൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ. അതിപ്പോൾ കോവിഡിൻ്റെ പ്രശ്നമായതുകൊണ്ടാണ് അവർ ട്രയൽ തരാഞ്ഞത്. അപ്പോൾ നമ്മൾ അത് മേടിച്ചിട്ട് തിരിച്ചു പോവുകയാണ്. നമ്മുടെ വണ്ടി വെച്ചിരിക്കുന്ന സ്ഥലത്തായിട്ട് തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കേറ്റിംഗ് ബോർഡ് ഞാൻ അടുത്ത എപ്പിസോഡിൽ നിങ്ങളെ കാണിച്ചു തരാം. ഇത് എനിക്ക് ഒഴിച്ചില്ല, ഞാൻ ഒഴിച്ചതാണ്. ഒഴിച്ചു തന്നെ അങ്ങനെയാണ് ചിലവ് ചെയ്യണത്. ഒഴിക്കാം. നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ടുള്ള നമ്മളെ NH ഹോട്ടലിലെ ബിരിയാണി നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. മറ്റേ റൈസായിരുന്നു നല്ലത്. മറ്റേ സ്പെഷ്യൽ എടുത്തോ? ജീരകശാല റൈസ് ഉണ്ടല്ലോ. ഇതങ്ങനത്തെ ഒന്നുമില്ല, സ്പെഷ്യലാണ്. മുസ്ലിം ടച്ച് തോന്നത്തില്ല. ഗ്രേവി കൂടില്ല, ഗ്രേവി കൂടുതലാണ്. ഡ്രൈ ആയിട്ടിരിക്കത്തുമില്ല. അവർ പറയുന്നു ഇതായാലും എനിക്ക് ബ്ലോഗ് ആയിട്ടില്ല. ഞാൻ ഫുഡ് ബ്ലോഗറല്ല. നമ്മൾ ബിരിയാണി ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫുഡ് നോക്കിയിട്ട് കൊള്ളാം. 2 പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പട്ടിക്കൊണ്ടുപോകാം. നമ്മളങ്ങനെ ഞാൻ ഭക്ഷണത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നോട്ടൊന്നുമില്ല, ഞാൻ നല്ല കഴിക്കാനായിട്ട്. നല്ല സൂപ്പർ ബിരിയാണി കേട്ടോ, കൊള്ളാം. നല്ല പീസൊക്കെ നല്ല കിട്ടും. അപ്പോൾ ഞാൻ അതിനെ കഴിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് നമ്മൾ ഇൻ്റർവ്യൂ എടുത്ത സ്ഥലത്തായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എരമല്ലൂരുള്ള NH ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത് കേട്ടോ. നല്ല ഫുഡ് സൂപ്പറായിരുന്നു. പക്ഷേ അവിടുത്തെ കസ്റ്റമർ സർവീസ് തീരെ പോരായിരുന്നു കേട്ടോ. നമ്മളൊരു ലൈമൊക്കെ ഓർഡർ ചെയ്തിട്ട് വളരെ സ്ലോ ആയിട്ടാണ് നമുക്ക് ലൈമ് കിട്ടിയത്. നമ്മൾ ബില്ലെടുത്ത് തരാൻ പോലും അവിടെ ആളില്ലായിരുന്നു. കഴിയലാത്തൊരു മട്ടിലാണ് അവർ നമ്മുടെയൊക്കെ പെരുമാറിയത് കേട്ടോ. ഫുഡ് നല്ല ഫുഡായിരുന്നു, പക്ഷേ കസ്റ്റമർ സർവീസ് തീരെ പോരായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ സ്കേറ്റിംഗ് ബോർഡൊക്കെ മേടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഏത് സ്കേറ്റിംഗ് ബോർഡാണ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കേറ്റിംഗ് ബോർഡിൽ കുറച്ച് വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിലാണ്. കേരളത്തിൽ ആരും ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ കേരളത്തിൽ ആരും ഇതുവരെ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ ഇനി കാണാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കിടുക്കാശി വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബിന് ശേഷം തുടർന്നുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ നിങ്ങൾ മറന്നു പോയിരിക്കുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ടാറ്റാ.